ഹായ് ഹലോ. നമ്മൾ ഇന്ന് മലപ്പുറം തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് MBBS എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം ബ്രില്യൻറ്റ്. ആ ബ്രില്യൻറ്റിലെ ഈ വർഷത്തെ നീറ്റ് 2024 ഏറ്റവും നല്ലൊരു വിജയം കൈവരിച്ചു കൊടുത്ത ഒരു കൊച്ചുമിടുക്കനാണ് നമ്മുടെ കൂടെ ഉള്ളത്, മുഹമ്മദ് ഷഹൽ. മുഹമ്മദ് ഷഹലിന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം. അപ്പം ഷഹൽ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എൻ്റെ ഉമ്മ, ഉപ്പ, പിന്നെ അനിയനുണ്ട്. അനിയൻ എന്ത് ചെയ്യാ? അനിയന് +2. അപ്പം നീറ്റിൽ ഇത്ര 705 മാർക്ക് കിട്ടി. അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു കിട്ടിയപ്പോ 705 മാർക്ക് കിട്ടിയപ്പോൾ ഫീൽ എങ്ങനെയായിരുന്നു? ഞാനാകെ സർപ്രൈസ് ആയി. ഞാൻ എക്സാം കഴിഞ്ഞ് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയും സീറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. ഉമ്മാനോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കിട്ടുള്ളൂ അങ്ങനൊക്കെ. പക്ഷെ അന്ന് രാത്രി നോക്കിയിട്ട് മാർക്ക് നമ്മള് ബ്രില്യന്റിന്റെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 700 എബവ് ഉണ്ടായിരുന്നു. അപ്പൊ ആകെ കിളി പോയി. എന്നിട്ട് ഉമ്മാക്ക് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. ഉമ്മ ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 12 മണി വരെ ഇത് നോക്കിക്ക, ഞാൻ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറയണത് ഉമ്മ വെയിറ്റ് ചെയ്തൊക്കെയാണ്. ഹാപ്പി ആയി. ഉമ്മക്ക് എങ്ങനെയായിരുന്നു? ഇത്ര സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല, അത്രയൊന്നും ഇല്ല. ഒരു 650 അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും കിട്ടിയപ്പോ വല്ലാത്ത സന്തോഷമായിരുന്നു. അവന് വിളിച്ച് അന്ന് രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഫാദറും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വരാൻ കത്തുകയും പിറ്റേ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വീട്ടിലെത്തിയത്. ഇപ്പൊ എങ്ങനെയായിരുന്നു? എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇത്ര മാർക്ക്? എക്സ്പെക്ട് ഞാൻ എന്താ പറയാ, നമ്മൾ എങ്ങനെയെങ്കിലും ഫീസ് കൊടുക്കാണ്ട് പഠിക്കണം എന്നുള്ളത് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മാർക്ക് റിയലി ഷോക്കിംഗ് ആയിരുന്നു. ഞാനിവിടെ അല്ല, ഞാൻ പുറത്താണ്. അന്ന് ഫുള്ളായിട്ട് ഉറങ്ങാണ്ടിരിക്കുന്നതായിരുന്നു. ഇവരെങ്ങനെ വിളിച്ചുകൊണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കേട്ടപ്പോൾ വളരെ സന്തോഷം. അപ്പം ഷഹലിന്റെ ചെറുപ്പം മുതലുള്ള പഠിത്ത കാര്യങ്ങൾ എങ്ങനെയാണ്? പിന്നെ എങ്ങനെ നീറ്റിലോട്ട് വന്നത്? പഠിക്കാനാളും എടുക്കാനായിരുന്നു ചെറുപ്പം മുതലേ. അന്ന് എന്നൊരു ഡോക്ടർ ആവണം ചെറുതിലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങള് 10th കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു റിപ്പീറ്റ് കോഴ്സിന് വിട്ടായിരുന്നു. അപ്പൊ അത്ര അന്ന് 520 മാർക്കായിരുന്നു. അപ്പൊ പിന്നെയാണ് പാലയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് പാലയിലേക്ക് വിട്ടത്. അപ്പൊ അവിടെ നിന്ന് അവര് പറഞ്ഞ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്, നല്ല ക്ലാസ്സാണ് കിട്ടുന്നത്, ടീച്ചേഴ്സും സാർമാരൊക്കെ നല്ല അടുത്ത് ഇടപെടുന്നുണ്ട്. അപ്പം ബ്രില്യന്റ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ കാരണം? നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട് ഒരുപാട് സാർമാരെ നമുക്ക് ഒരുപാട് റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട് സർക്കിളിൽ നിന്നായാലും പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നായാലും ഒക്കെ ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മള് പാല ചൂസ് ചെയ്യുന്നത്. അപ്പം ഷഹൽ, ഇനിയിപ്പോ അടുത്തതെന്ന് പറഞ്ഞത് നമുക്ക് പുത്തൻ കോളേജിലോട്ട് പോകാനാണ്. ഇപ്പൊ അടുത്ത ഏത് കോളേജ് ആയിരിക്കും ഡ്രീം കോളേജ് എന്ന് പറഞ്ഞത്? ജിപ്മർ പോണ്ടിച്ചേരി. ഓക്കെ, അത് എടുക്കാൻ ചൂസ് ചെയ്യാൻ കാര്യം? എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ. അവര് പറഞ്ഞു നല്ല ക്യാമ്പസ് ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണെന്നൊക്കെ പറഞ്ഞു. പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഉള്ള കോളേജ് പഠിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ഷഹൽ ഇപ്പൊ ഒരു വർഷം ബ്രില്യന്റിൽ പഠിച്ചതാണ്. അപ്പം ബ്രില്യന്റിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വർഷത്തെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് പുറത്തുനിന്ന് കേൾക്കണ പോലെ അല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ്. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ, അവർക്ക് അവിടെ സെലക്ഷൻ കിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല, അങ്ങനൊക്കെ കേട്ടിട്ടാ പോയത്. അപ്പോ അവിടെ എത്തിയപ്പോ നമുക്കും പറ്റുമെന്ന് തോന്നി. എക്സാംസ് ആയാലും ടീച്ചേഴ്സ് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യണ രീതി ആയാലും നമുക്ക് തോന്നും നമുക്കും പറ്റും എന്ന് തോന്നും. പിന്നെ ഹോസ്റ്റല് അവിടുത്തെ വാർഡന്മാര് അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും. നമ്മള് പഠിക്കുന്നുണ്ടോ ഒക്കെ അന്വേഷിക്കും. ഇപ്പം മാർക്ക് ഡൗൺ ആയാലും അപ്പ് ആയാലും ഒക്കെ അവർ എന്നിട്ട് നമ്മളോട് സംസാരിക്കും. പിന്നെ ഫുഡായാലും ഒക്കെ നല്ലതായിരുന്നു. ഞങ്ങള് ക്യാമ്പസിന്റെ ഉള്ളിലുള്ള ഹോസ്റ്റലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ റെഫറൻസ് ആളായാലും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കായിരുന്നു. പിന്നെ ഡയറക്ടർമാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലാം. നമുക്ക് എന്ത് സജഷൻസ് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലാമായിരുന്നു. അപ്പൊ ഒരു വർഷത്തെ ബ്രില്യന്റിന്റെ എക്സ്പീരിയൻസ് പേരൻസ് എന്റെ നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു? ഡയറക്ടേഴ്സ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എപ്പോൾ ഫോൺ വിളിച്ചാലും അവർ നമ്മളൊക്കെ അറ്റൻഡ് ചെയ്ത് എന്ത് കാര്യങ്ങളാണെന്ന് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. അതുപോലെ സാറുമാരായാലും എല്ലാവരും മീറ്റിംഗ് റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺഫിഡൻറ്റ് കൂട്ടാറുണ്ട്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും സാറല്ലേ നമുക്ക് എയിംസിൽ കിട്ടും, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഷഹൽ, ഈ MBBS ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? പിന്നെ നമ്മുടെ ഫാമിലി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? MBBS ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ കുട്ടികളെ ഡോക്ടർ, പീഡിയാട്രിഷ്യൻ, അതിനെ പറ്റി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് 10th കഴിഞ്ഞപ്പോൾ അതൊക്കെ മാഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി എന്ത് എന്നുള്ള ഇതിനെ പറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ ഒരുപാട് കോഴ്സ് ഞാൻ നോക്കി. അപ്പൊ എനിക്ക് ആ കൺഫ്യൂഷൻ ആവുക, ഇതെടുക്കണോ. എല്ലാ കോഴ്സിനും അതിൻ്റെതായ ബെനിഫിറ്റ്സും റിസ്ക്കും ഉണ്ട്. അപ്പോൾ
ആ കൺഫ്യൂഷനായി. അപ്പൊ എന്നാ എന്റെ പേരൻസ് ഉപ്പയും സിസ്റ്ററും എല്ലാരും സജസ്റ്റ് ചെയ്ത് എന്നാ ഇങ്ങനെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ പിന്നെ ഉമ്മാന്റെ റിലേറ്റീവ്സിൽ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോ അവരുടെ കൂടി കണ്ടപ്പോ നമുക്കൊന്ന് ട്രൈ ചെയ്താലോന്ന് തോന്നി. അപ്പം ഷൈലിന്റെ ആഗ്രഹം പോലെ തന്നെ ജിഗ്മറിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം സമയം തന്ന ഷൈലിനും ഫാമിലിക്കും താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.